എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ വൈറ്റ് ബിയർഡിന്റെ കുട്ടിക്കാലായിരിക്കും കാണിക്കുക. ആൾക്കാണെങ്കിൽ ചെറുപ്പകാലം മുതലേ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആളാണെങ്കിൽ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ദിവസവും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോരോ കാര്യങ്ങൾ അത് ചെയ്തു തീർക്കുക. കട്ട് ചെയ്താ ഇപ്പൊ ന്യൂ വേൾഡിൽ ഒരു ഐലാൻഡ് കാണിക്കും. രണ്ട് ഗാർഡിയൻസ് ആണെങ്കിൽ അവിടേക്ക് വന്ന് അവിടെ മുഴുവൻ ചുറ്റും നോക്കും. ആ ഒരു സ്ഥലം അത് മുഴുവനായിട്ടും തകർന്നു കിടക്കുകയാണ്. ഏതോ ഒരു റോബറി കൂട്ടം അവറ്റകൾ അവിടേക്ക് വന്ന് ആ ഒരു ദ്വീപിനെ മുഴുവനായിട്ടും നശിപ്പിച്ച് കളഞ്ഞു. അവിടെ ഇപ്പോ ആരെയും തന്നെ കാണാനില്ല. അവരവിടെ മുഴുവൻ കയറി ഇറങ്ങി ചെക്ക് ചെയ്യും. എല്ലാം നഷ്ടപ്പെട്ട് നശിച്ച് അങ്ങനെ കിടക്കുകയാണ് ആ സ്ഥലം. ഇതിൽ അവിടെ എന്താ നടന്നതെന്ന് അവർക്ക് ആർക്കും ഇപ്പൊ മനസ്സിലാവില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ മിൻ ട്രൈബ്സിന്റെ ഗാർഡിയൻസിനെ കാണിക്കും. ഇതിലുള്ള ആ ബ്ലാക്ക് ബാക്കും റോഡിയും അവർ രണ്ടുപേരും അവരുടെ മാസ്റ്റർ കാറ്റ് വൈപ്പർ ആളെ കുറിച്ച് പുകഴ്ത്തി തള്ളുകയാണ്. അദ്ദേഹം ശരിക്കും ജീനിയസ് ആണ്, ഒരു നല്ല നാവിഗേറ്റർ. എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായാലും കറക്റ്റ് ആയിട്ട് പോവേണ്ട റൂട്ട് അത് മനസ്സിലാക്കി അദ്ദേഹം എത്തേണ്ട സ്ഥലത്തെത്തും. മാത്രമല്ല ആള് ഭയങ്കര പവർഫുൾ ആണ്. അദ്ദേഹം കിങ് ഓഫ് ദ പൈററ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല പവർ ഉണ്ടാവും. എല്ലാവരും മാസ്റ്റർ വൈപ്പറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. വൈപ്പർ ആണെങ്കിൽ ആർക്കോയെ കാണാനും ആളെ വിളിക്കാനുമാണ് ഇവിടുന്ന് പോയത്. ലാൻഡ് ഓഫ് വാനുവിൽ പോയി ഫൈറ്റ് ചെയ്യാൻ അതിനുവേണ്ടിയാണ് ഇവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നത്. മാർക്കോ കൂടെ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെ ടീം അത് വേറെ ലെവലാണ്. സോ അങ്ങനെ കാര്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്ത് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ആക്ച്വലി മാർക്കോ ആളാണെങ്കിൽ വൈറ്റ് ബിയർഡിന്റെ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡറാണ്. വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ മാസ്റ്ററുമായിട്ട് ഒരു നല്ല ബോണ്ടിങ് ആൾക്കുണ്ട്. അവരുടെ മാസ്റ്റർ മാർക്കോയുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ് അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. സോ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് വൈപ്പർ പോയിരിക്കുന്നത്. സോ അതുവരെ ഇവരോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ആള് കടന്നുപോയി. ആ റൗഡി ആണെങ്കിൽ ഇപ്പൊ കൊരങ്ങനോട് പറയും, നീ ദയവ് ചെയ്ത് നിന്റെ ഫേസ് പുറത്ത് കാണിക്കരുത്, അത് കാണിച്ചാൽ എല്ലാവരും പേടിച്ചോടും. അതിനവനാണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ റൗഡിയോട് ചോദിക്കും, എന്റെ മുഖം അത്രയും വിയാടാണോ? അതിനവൻ പറയും, അങ്ങനെയൊന്നും അല്ല. മാർക്കോ ജീവിക്കുന്ന ആ ഒരു ഗ്രാമം അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. ആ ദൂരെ കാണുന്ന വാട്ടർഫോൾസ് അതിനോട് ചേർന്നാണ് ആ ഒരു ഗ്രാമം ഉള്ളത്. സോ അവിടെയുള്ളവരെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ്. നമ്മളെപ്പോലുള്ളവര് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ കണ്ട് പേടിക്കും. അത് കേട്ട് കൊരങ്ങൻ ഷോക്കായി ഇപ്പൊ റൗഡിയോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മുടെ മാസ്റ്റർ കാറ്റ് വൈപ്പർ ആളെ കണ്ട് എല്ലാവരും ഷോക്കായിട്ടുണ്ടാവും. ആൾക്ക് എന്നെ കഴിഞ്ഞ് ഗ്ലാമർ വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ചിരിക്കുകയാണ്. അതിന് റോഡി ആണെങ്കിൽ അവന്റെ തോളിൽ തട്ടി പറയും, നിന്നെ കഴിഞ്ഞ് ഭേദമാണ് നമ്മുടെ മാസ്റ്റർ. അദ്ദേഹത്തെ കാണാൻ നല്ല ക്യൂട്ടാണ്. അതുകൊണ്ട് ആരും അദ്ദേഹത്തെ കണ്ട് പേടിച്ചോടില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ആ ഒരു മാർക്കോഡ് ഐലാൻഡ് അത് കാണിക്കുകയാണ്. അതാണെങ്കിൽ നല്ല പച്ച വിരിച്ച് നല്ല പച്ച പരവതാനി പോലെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം. നമ്മുടെ മാർക്കോ അവിടെ ഒരു ഡോക്ടറിനെ പോലെയാണ്. അവിടെയുള്ള ആർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം തന്നെ ട്രീറ്റ്മെന്റും മരുന്നും മാർക്കോയുടെ കയ്യിലുണ്ട്. മാർക്കോയുടെ ഫ്ലെയിം പവർ അതുപയോഗിച്ചുകൊണ്ട് അവനെ കൊണ്ട് ഹീൽ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. സോ മാർക്കോ ആണെങ്കിൽ ഒരു വലിയ ലയണിന് അതിന്റെ ഒരു വലിയ വൂണ്ട് അങ്ങനെ ഹീൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിനോട് മാർക്കോ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് പഴയതുപോലെ ഹാപ്പി ആയിട്ട് നാളെ തന്നെ തുള്ളിച്ചാടി നടക്കാം. ആ ലൈൻ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അപ്പൊ തന്നെ തുള്ളാനായിട്ട് തുടങ്ങും. അത് കണ്ട് ഷോക്കായ മാർക്കോ ആണെങ്കിൽ ആ ലൈനെ തടയും. പക്ഷെ അതാണെങ്കിൽ അതൊന്നും കേൾക്കാതെ മുൻപോട്ടേക്ക് ഓടും. ആക്ച്വലി മാർക്കോ വൈറ്റ് ബിയർഡിന്റെ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡറായി വർക്ക് ചെയ്യുന്ന അതേ സമയം ആ കപ്പലിലെ മെയിൻ ഡോക്ടറും മാർക്കോ തന്നെയായിരുന്നു. മാത്രമല്ല 2 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ വലിയ വാറിൽ വൈറ്റ് ബിയർഡിനോട് കൂടെ നിന്ന് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്തതും ഈ മാർക്കോ തന്നെയാണ്. പക്ഷേ എന്താ, അവന്റെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ മാസ്റ്റർ കൊല്ലപ്പെട്ടു. അതിലും കൂടുതൽ അവനെ വേദനിപ്പിച്ചത് അവന്റെ മാസ്റ്ററിന്റെ പവർ അത് ആ ബ്ലാക്ക് ബിയർഡ് അടിച്ചു മാറ്റിയതാണ്. അവനെ കൊണ്ട് 2 ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഒറ്റയടിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ആ കാഴ്ചകളൊക്കെ കണ്ട് സഹിക്കാനായിട്ട് കഴിയാതെയാണ് അവൻ വൈറ്റ് ബിയർഡിന്റെ ടീമൊക്കെ വിട്ട് ഒരു പീസ്ഫുൾ ആയ ലൈഫ് അത് നയിക്കാനായി ഈ ഐലാൻഡിലേക്ക് വന്നത്. അത്തരത്തിൽ ഇപ്പൊ സമാധാനമായിട്ട് ജീവിക്കുന്ന മാർക്കോയെ ആളെ വീണ്ടും ഫൈറ്റിന് വിളിക്കാനാണ് നമ്മുടെ മാർക്കോ അവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ദൂരത്തായിട്ട് മാർക്കോ ഒരു ഭാഗത്ത് പുകവിടുന്ന ആ കുഴലൊക്കെ കടിച്ചു പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ മാർക്കോ ആണെങ്കിൽ അവിടേക്ക് വരുന്ന ഓരോരോ പേഷ്യൻസിനെയും കറക്റ്റായിട്ട് കാണും. അപ്പാപ്പനും മാമമാരും എല്ലാവരും ക്യൂ ആയിട്ട് മാർക്കോയുടെ അടുത്തേക്ക് വരും. മുട്ടുവേദന, കാൽവേദന, നടുവേദന എന്നിങ്ങനെ ഓരോരോ വേദനകളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാർക്കോ ആണെങ്കിൽ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഹായ് ആയിട്ട് വരികയാണ്. അതുവരെ ഇവിടെ നമ്മുടെ കാറ്റ് വൈപ്പർ ആള് വെയിറ്റ് ചെയ്യും. മാർക്കോ ആളാണെങ്കിൽ
ഇപ്പോൾ ക്യാറ്റ് വൈപ്പറിനോട് കാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആക്ച്വലി ഈ ഒരു ഐലാൻഡ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം വൈറ്റ് ബിയർഡ് ജനിച്ചു വളർന്നത് അതിവിടെയാണ്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പെട്ട് ഈ ഐലാൻഡ് ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയം ഗവൺമെന്റിന് കൊടുക്കേണ്ട ആ ചുങ്കം അതുപോലും കൊടുക്കാൻ കഴിയാതെ ഗവൺമെന്റ് ഈ ഐലാൻഡിനെ കൈവിട്ടു. ഗവൺമെന്റ് കൈവിട്ടതിന് ശേഷം ഈ ഐലാൻഡിലേക്ക് പൈററ്റ്സ്, കള്ളന്മാര് എന്നിങ്ങനെ ഒരുപാട് പേര് ചേക്കേറി. അവരുടെ വിഹാര കേന്ദ്രമായിട്ട് ഈ ഒരു ഐലാൻഡ് മാറി. ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സമയത്താണ് യങ് വൈറ്റ് ബിയർഡ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും അവർക്ക് സുരക്ഷയൊക്കെ കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചത്. അതിനുശേഷം വൈറ്റ് ബിയർഡിന്റെ ആഗ്രഹപ്രകാരം വൈറ്റ് ബിയർഡ് ഒരു പൈററ്റ് ആവാൻ ആഗ്രഹിച്ച് ഒറ്റയ്ക്ക് ഒരു കപ്പലിൽ കടലിലേക്ക് സെയിൽ ചെയ്ത് പോയി. അതിനുശേഷം വർഷങ്ങളോളം വൈറ്റ് ബിയർഡ് ആളാണ് ഈ ഒരു ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്തത്. ഐലാൻഡിലേക്ക് ആവശ്യമായിട്ടുള്ള പണം, ഭക്ഷണം, അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും വൈറ്റ് ബിയർഡ് കൊടുത്തു. പക്ഷെ പുറത്തുള്ളവർക്ക് ആർക്കും തന്നെ വൈറ്റ് ബിയർഡാണ് ഈ ഒരു ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നറിയില്ലായിരുന്നു. വൈറ്റ് ബിയർഡ് പോയതിനു ശേഷം ഇപ്പം ഞാൻ ഈ ഐലാൻഡിന്റെ നാഥനായി മാറി. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ പാരമൗണ്ട് വാർ അത് തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു വലിയ ദുസ്വപ്നമായിട്ട് അങ്ങനെ നിഴലിക്കുകയാണ്. മാർക്കോ ആണെങ്കിൽ ആ സമയം വൈറ്റ് ബിയർഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അതേ സമയം തന്നെ ബ്ലാക്ക് ബിയർഡ് അവൻ സ്വന്തം ക്യാപ്റ്റനായിരുന്ന വൈറ്റ് ബിയർഡിനെ തന്നെ ചതിച്ചു. എൻ്റെ മനസ്സിൽ അവനോടുള്ള അടങ്ങാത്ത പക അതിപ്പോഴും കത്തിയെരിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഐലാൻഡിനെ ഓർക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. വൈറ്റ് ബിയർഡിന് എപ്പോഴും ആളുടെ മനസ്സിലെ ഒരേ ഒരു ചിന്ത ഈ ഒരു ഐലാൻഡിനെ കുറിച്ച് മാത്രമായിരുന്നു. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ, പണം സ്പെൻഡ് ചെയ്യാതെ എല്ലാ പണവും സൂക്ഷിച്ചു വെച്ച് അദ്ദേഹം ഈ ഒരു ഐലാൻഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതെല്ലാം ഉപയോഗിച്ചത്. വൈറ്റ് ബിയർഡ് മരിച്ചതിന് ശേഷം വൈറ്റ് ബിയർഡിനെയും ഏസിനെയും അവർ രണ്ടുപേരെയും ഷാങ്സ് ആണ് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്തത്. അതുമാത്രമാണ് ഒരു നല്ല മെമ്മറി ആയിട്ട് എനിക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത്. അതേസമയം വൈറ്റ് ബിയർഡിന്റെ മകനാണെന്ന് പറഞ്ഞ് ബീവൾന്ന് പേരുള്ള മറ്റൊരുത്തൻ, അവനാണെങ്കിൽ വൈറ്റ് ബിയർഡിന് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലവും വൈറ്റ് ബിയർഡ് ജീവിച്ചിരുന്നിട്ട് അവൻ ഇവിടേക്ക് വന്നിട്ടില്ല. വൈറ്റ് ബിയർഡ് മരിച്ചതിന് ശേഷമാണ് അവന്റെ മമ്മിയുടെ വാക്ക് കേട്ട് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. എന്റെ ഗസ് അത് ശരിയാണെങ്കിൽ അവന്റെ ലക്ഷ്യവും ആ വൺ പീസ് ട്രഷർ അത് തന്നെയാണ്. ആ അമ്മയും മോനും മോശമായിട്ടുള്ള പൈറട്ടാണ്. തീർച്ചയായിട്ടും വൈറ്റ് ബിയർഡിന്റെ സമ്പാദ്യത്തിന് വേണ്ടി അവരിവിടേക്കും വരാതിരിക്കില്ല. എങ്ങനെ ഒരു സമയത്ത് ഞാനിവിടുന്ന് മാറി നിന്നാൽ അത് വലിയ അപകടമാണ്. സോ ദയവ് ചെയ്ത് എനിക്കിപ്പോൾ വരാനായിട്ട് കഴിയില്ല. വൈറ്റ് ബിയർഡിൻ്റെതായിട്ട് ഇനി ബാക്കിയുള്ളത് ഈ ഒരു ഐലാൻഡാണ്. അദ്ദേഹത്തിന് വേണ്ടി എനിക്കിത് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. എൻ്റെ ഒരു മെസ്സേജ് അത് വിരോധമില്ലെങ്കിൽ നിങ്ങളൊന്ന് ലൂഫിയിലേക്ക് എത്തിക്കാമോ? നിങ്ങൾ തീർച്ചയായിട്ടും ലൂഫിയെ മീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതിന് ക്യാറ്റ് വൈപ്പർ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ആ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഉടനെ മാർക്കോ ആണെങ്കിൽ ക്യാറ്റ് വൈപ്പറിനോട് ചോദിക്കും, അതിരിക്കട്ടെ നിങ്ങളെല്ലാവരും എന്തിനാ ഇപ്പോൾ ആ ഒരു വാനോ കിണ്ടത്തിലേക്ക് പോകുന്നേ? അതിന് ക്യാറ്റ് വൈപ്പർ പറയും, അത് മറ്റൊന്നിനുമല്ല, ആ കൈഡോയെ അവനെ നേരിടാൻ, കൈഡോയെ കൊല്ലാനാണ് ഞാനും ലൂഫിയും ഞങ്ങളെല്ലാവരും അവിടേക്ക് പോകുന്നത്. അത് കേട്ട് മാർക്കോ അവൻ ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.